ഇന്ന് ഞാനേ കുറച്ച് മരുന്നുകൾ ഇവർക്ക് കൊടുക്കാൻ മേടിച്ചേക്കുന്നതാണ്. ഇതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായിട്ട് ഞാൻ പിന്നെ ഓരോ സാധനത്തെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ കാൽസ്യം സപ്ലിമെൻറ്റ്. നമ്മൾ BB3 കോഴികൾക്ക് കൊടുക്കുന്ന കാൽസ്യം സപ്ലിമെൻ്റ് ആണ് ഇത്. ഒസോമിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ മറ്റൊരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കാര്യം എന്താണെന്ന് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോവി പ്ലസ് ഇതെന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളതും അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തമ്മിലുള്ള വിശദീകരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കോഴികൾക്ക് ഇതെങ്ങനെയാണ് വിജയം കണ്ടെത്തിയത്, എൻ്റെ കോഴികൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാം കേട്ടോ. അടുത്ത വീഡിയോയിൽ അത് പറയാം. ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത് എന്തിനെ പറ്റിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ വിരമരുന്നിനെ പറ്റിയാണ് പറയുന്നത്. ഇതാണിപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇവർക്ക് വിരമരുന്ന്. ഞാൻ വിരമരുന്ന് കൊടുക്കാനായിട്ട് വന്നാൽ കേട്ടോ. അപ്പം എല്ലാവർക്കും പ്രിയ സനിശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വിരമരുന്ന് എങ്ങനെയാണ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്നതെന്നും ഒക്കെയുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവർക്കുള്ള മരുന്നുകളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ. പഴയതൊക്കെ ഇരുന്നെല്ലാം തീർന്നു. അപ്പോൾ പുതിയത് മേടിച്ചെന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ ഒക്കെ കാണിച്ചു തരാം എന്ന് കരുതിയൊക്കെ മേടിച്ച കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അപ്പം വിരമരുന്നിനെ പറ്റി പറയാം. ഞാൻ ഓർത്തു ഇതിനകത്തുനിന്നൊരു സാധനം താഴെ പോയല്ലോ എന്ന്. ഇതാ സ്റ്റോറി ചോദിച്ചത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴും അതുപോലെ തന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോഴും അവർ നമുക്ക് പറഞ്ഞു തന്നത് ഇത് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ അത് പ്രോപ്പറായിട്ട് എല്ലാവർക്കും കിട്ടത്തില്ല. ഇത് ഓരോരുത്തരെ പിടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് കുഞ്ഞു കോഴികൾക്ക് കൊടുക്കുന്നത് പണ്ടൊരു വീഡിയോ വിരമരുന്ന് കൊടുക്കുന്നതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് വലിയ കോഴികൾക്ക്. എനിക്ക് വലിയ കോഴികൾ കുറേ പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയും പേർക്ക് ഞാനിത് വിരമരുന്ന് കൊടുക്കാതെ വെച്ച് ഇച്ചിരി ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൊടുക്കണം. കാണിച്ചു തരുമ്പോൾ ഇവരെ എല്ലാവരെയും ഇവിടെ ഈ 2 കൂട്ടിലായിട്ട് നിൽക്കുന്ന ഇവർക്കെല്ലാം കൊടുക്കണം. അതേപോലെ തന്നെ ആ കൂട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കും കൊടുക്കണം. ഞാനിതിപ്പോൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം, വൈകിട്ട് സമയത്താണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. കാരണം ഇതൊക്കെ വിരമരുന്നൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ രാത്രി സമയങ്ങളിലേ കൊടുക്കാവൂ. അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പിന്നെ അങ്ങ് ഉറങ്ങുമല്ലേ. അപ്പോൾ നമുക്ക് മനുഷ്യർക്കാണെങ്കിലും വിരയുടെ മരുന്ന് തരാൻ പറയുന്നത് രാത്രിയിലല്ലേ ഗുളിക കഴിക്കാൻ തരുന്നത്. അതേപോലെ തന്നെ ഞാൻ അതേ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഇവർക്ക് രാത്രിയിലാണ് കൊടുക്കുന്നത്. ഇവർ രാത്രിയിലാണ് സന്ധ്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി ഇവർക്ക് ഇതാകും. അപ്പോൾ തീറ്റയും വെള്ളമെല്ലാം ഇവർ എടുത്തു കഴിഞ്ഞു. ഇനി ഇവർക്ക് തീറ്റയും വെള്ളമൊന്നും കൊടുക്കത്തില്ല. അപ്പം നമ്മൾ വിരമരുന്ന് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പം ഞാൻ ഓരോരുത്തരെ പിടിച്ച് ഇവർക്ക് കൊടുക്കാനായിട്ട് പോവാം. ഒരാൾക്ക് 6 തുള്ളി വീതമാണ് ഒരു കോഴിക്ക് കൊടുക്കുന്നത് കേട്ടോ. എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. പക്ഷേ ഇവരുടെ കൂടെല്ലാം ഞാനിങ്ങനെ കെട്ടി അടച്ചൊക്കെ വെച്ചേക്കുമല്ലേ. എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പിടിക്കാൻ പറ്റിയ കാര്യം എന്ന് പറയാം. എന്തായാലും പിടിക്കാൻ പറ്റണേ എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ ഇതൊക്കെ ഇളക്കുകയാണ്. ഇവിടെ അന്ന് പട്ടിശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നേ. ഇന്നലെ രാത്രിയിൽ വന്നിട്ടുണ്ടായിരുന്ന പട്ടി വന്ന് ശല്യം ചെയ്യുമ്പോൾ ഇവർ കിടന്ന് കൂടിൻ്റെ തലയിട്ടടിച്ച് ഞാൻ കാണിച്ചു തരാവേ. ഇവിടം തൊട്ട് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് എൻ്റെ മൈക്കിൻ്റെ സൗണ്ട് പോയി ചാർജ് തീർന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്. കണ്ടോ, കൂട്ടിൽ നിന്ന് നമ്മൾ വെളിയിലെടുക്കുമ്പോൾ തന്നെ ഈ തലയിൽ ഇവിടെ കണ്ടോ ഇങ്ങനെ വരുന്നത്. ഈ പട്ടി വന്ന് വെളിയിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർ കിടന്ന് പെടപട്ടം തല്ലും. ഇവരുടെ എല്ലാവരുടെയും തലയ്ക്ക് ഇപ്പം ഇങ്ങനെ ഒരു ചതവ് പറ്റുന്നുണ്ട്. ആ തല ഇങ്ങനെ കൊണ്ട് മേളിലിട്ട് ഇടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഇതെല്ലാം പോയി. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിട്ട്. ഈ പട്ടികളെ കൊണ്ട് ഭയങ്കര ശല്യമാണെന്ന്. നിങ്ങൾ എന്തിനിങ്ങനെ ദ്രോഹിക്കുവാന്ന് എനിക്കറിയത്തില്ല. ഈയിടെയായിട്ട് നമ്മൾ ആ ഗ്രില്ല് അഴിച്ചതിന് ശേഷമാണ് അവിടെ ഇങ്ങനെ പട്ടികളുടെ ഇത്രയും ശല്യം വരുന്നത്. റോഡിറമ്പല്ലേ വീട്, നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മതിലൊക്കെ കെട്ടിത്തിരിച്ച് ഇവർക്കുള്ള സൗകര്യങ്ങളൊക്കെ കാണിക്കണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നത് എന്താണെന്നറിയാം, അവരുടെ കയ്യിലും കാലിലും ഒക്കെ നഖം നീണ്ടു നിൽക്കുന്നതും ഒക്കെ, കയ്യെന്നോ കാലെന്നോ എന്തോ സാധനം, എന്തായാലും അതേ നഖം നീണ്ടു നിൽക്കുന്നതും ഒക്കെ കാണിക്കുന്നത് കേട്ടോ. ഇവർക്ക് നല്ല വൃത്തിയുള്ള പിള്ളേരാണ്. കാരണം വെളിയിലെങ്ങും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടോ കൊക്ക് നിറച്ച് തീറ്റയൊക്കെ തിന്ന് ഇങ്ങനെ നിൽക്കുക കണ്ടോ. ഞാൻ ഇതെടുത്തപ്പോഴേ അതേ പോയി കിടന്ന് കൊത്തുന്നത് കണ്ടോ. ഭയങ്കര സ്നേഹമാണ്. ഞാൻ ഇവരെ ഇടയ്ക്ക് ചെന്നിങ്ങനെ എടുത്ത് വെച്ച് ആമ്പോലിക്കൊക്കെ ചെയ്യും കേട്ടോ. 6 തുള്ളി കറക്റ്റ് തുള്ളിയായിട്ട് ഞാൻ അളന്ന്
കൃത്യമായിട്ട് അവിടെ വായി തന്നെ കൊടുക്കും. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കൊരാൾക്ക് ആ വിരമരുന്ന് കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഞാൻ എണ്ണുന്ന കണ്ടോ, 1 2 3 അങ്ങനെ 6 തുള്ളി എണ്ണി തന്നെയാണ് കൊടുത്തത്. അങ്ങനെ ഓരോരുത്തരെയും പിടിച്ച് ഓരോ കൂട്ടിലിട്ട് അപ്പോൾ ഈ കൊടുത്തവരെങ്ങനെയാണ് കൊടുക്കാത്തവരെങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ പോകാതിരിക്കാൻ ഞാൻ ഒരു കൂട് കാലിയാക്കിയിട്ടിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുത്തു. അപ്പോൾ വിരമരുന്നൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് കിട്ടി. ഇവർക്ക് കാൽസ്യം സപ്ലിമെൻറ്റും അവരുടെ എല്ലാ നമ്മൾ വൈറ്റമിൻസ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മുട്ട കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് എന്താണെന്നറിയാം, ഇവർക്കെല്ലാം ഇത്രയും പേർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ അതൊരു വലിയ ടാസ്ക്കാണ് ഓരോരുത്തരെ പിടിച്ച്. പക്ഷേ എനിക്കതിനുള്ള ക്ഷമയും സഹനവും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ഞാനത് കറക്റ്റായിട്ട് ചെയ്യും. കാരണം അതാണ് ഈ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ആ സൗണ്ട് മൊത്തം പോയി. മൈക്ക് താണ്ട് അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മൈക്ക് ഓഫായിപ്പോയി. ഞാനത് കണ്ടുമില്ല. എന്നാൽ മോളത് ശ്രദ്ധിച്ചുമില്ല. പിന്നെ അവൾ കൊച്ചല്ലേ, എന്നെ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കിതിൽ നിന്നൊരു ഏണിങ്സ് മേടിക്കാൻ എന്താ പറയുന്നത്, അവളുടെയൊക്കെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ തന്നെ എത്ര വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലൊന്നും നടക്കത്തില്ലല്ലോ. 10 വയസ്സുള്ള മോളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ടോ. പിന്നെ അനുവേട്ടനും ചെയ്യും, അവളെ കഴിയുന്ന പോലെ അവൾ ചെയ്തു തരും. പിന്നെ സ്റ്റാൻഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ വീഡിയോസുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരാഴികളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്.